ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റിനൂസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്നാക്ക് റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. അരിയും നിലക്കടലയും വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഇതിന് കൊപ്പരപ്പുട്ട് അല്ലെങ്കിൽ കടലപ്പുട്ട് എന്നൊക്കെയാണ് കേട്ടോ പറയാ. ചില ഭാഗത്ത് ഇത് അരി ഉണ്ടാന്ന് പറയും. നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയാന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് അരിയും ഉപയോഗിക്കാം. നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളതാണ്. സെയിം ഗ്ലാസ്സിന് തന്നെ ഒരു ഗ്ലാസ് നിലക്കടല എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും വറുത്തെടുത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിൽ കടലയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആദ്യം നമുക്ക് അരി വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷമാണ് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കേണ്ടത്. ചൂടാവുന്നതിന് മുമ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അരി നന്നായിട്ട് ഇങ്ങനെ വെന്ത് കിട്ടാതെ അതൊരു ബലം വെച്ച പോലെ ആവും. അപ്പം നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. ഈ മൺചട്ടിക്ക് പകരം ചുവട് കട്ടിയുള്ള ഏത് ടൈപ്പ് പാത്രം എടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരി ഇങ്ങനെ പൊട്ടി പൊരിയാൻ തുടങ്ങും. പിന്നെ ഇത് കൈവെക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവെക്കാതെ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നെങ്കിൽ ഇത് പെട്ടെന്ന് അടിഭാഗം മാത്രം കരിഞ്ഞു പോവും, മേൽഭാഗം ശരിക്കും കുക്കാവാതെ ഇരിക്കും. അപ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അരി വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കായി എന്നുള്ളത് എങ്ങനെ അറിയാന്നുള്ളത് ഇങ്ങനെ കളറ് മാറി തുടങ്ങും. ഇതിപ്പോൾ കളറൊക്കെ മാറി. പിന്നെ അങ്ങനെ ഫസ്റ്റ് ഞാനൊരു പൊട്ടിപ്പൊരിയുന്ന ആ ഒരു ഇത് കാണിച്ചെന്നല്ലോ, അതൊക്കെ ഏകദേശം അങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടാവുന്നതും സ്റ്റോപ്പാവും. അപ്പം ഇനി ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പെട്ടെന്നായി കിട്ടുന്നില്ല. ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണിത് കുക്കായി കിട്ടുക. അപ്പോൾ അരി മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. 2 പാർട്ടായിട്ടാണ് വറുത്തെടുത്തിട്ടുള്ളത്, മുഴുവനായിട്ട് വറുത്തിട്ടില്ല. ഇനി നമുക്ക് കടല വറുത്തെടുക്കാം. കടല ഇതുപോലെ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഇതും 2 പാർട്ടായിട്ടാണ് വറുക്കുന്നത്. കൂടുതലായിട്ട് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കാവില്ല. അപ്പോൾ കുറേശ്ശായിട്ട് വറുത്തെടുക്കാം. കടല വറുത്തെടുക്കുമ്പോഴും നേരത്തെ അരി വറുത്തെടുക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ചട്ടി ചൂടായതിനു ശേഷം മാത്രം കടല ഇട്ടുകൊടുക്കുക. അതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് കൂടുതൽ പേർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്നാൽ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ വറുത്തെടുക്കുമ്പോഴും ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കും. പിന്നെ കുക്കായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറി തുടങ്ങും. ഒരു വറുത്ത കടലൻ്റെ ആ ഒരു സ്മെല്ല് തുടങ്ങും. അപ്പോഴാണ് ഇത് കുക്കായി എന്നുള്ളത് അറിയാം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഇതിൻ്റെ ഇത് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ കടല അരിയൊക്കെ മുഴുവനായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. കടലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 250 ഗ്രാം ശർക്കര കൊണ്ടുവന്നിട്ട് അതിന് ഒരു കട്ട എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഒരു കൊപ്പര എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതാണ്. മിക്സിയിൽ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു കൊപ്പര മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അരി വറുത്തതും കടലയൊക്കെ ഓരോന്നായിട്ട് കുറേശ്ശായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൊടിച്ചെടുക്കാം. ചൂടാറിയതിനു ശേഷം മാത്രം പൊടിച്ചെടുത്താൽ മതി. ചൂടോടുകൂടെ ചെയ്യണ്ട. കുറേശ്ശായിട്ട് മുഴുവനായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറേശ്ശായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കാം. അരി വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതുകൂടെ പൊടിച്ചെടുക്കാം. ഇനി അതുപോലെ തന്നെ കടലയും കൂടെ പൊടിച്ചെടുക്കാം. കടല നന്നായിട്ട് നല്ല നൈസായിട്ട് പൊടിക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് 2 പ്രാവശ്യം ഒന്ന് തിരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിയും കടലയും കൂടെ ഒന്നിച്ച് പൊടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ. ഈ തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. തേങ്ങ ചതച്ചെടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചതച്ചെടുക്കണം. അരിൻ്റെ കടലൻ്റെ കൂടെ ഇട്ടിട്ട് ചതച്ചെടുക്കണ്ട. അപ്പോൾ അരിയും കടലയും പൊടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുക്കുക. ഇനി അതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ശർക്കര പൊടിച്ചെടുക്കാം. ശർക്കര പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കര ഗ്രൈൻഡറിൽ അടിയിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച ആ കൂട്ട് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ശർക്കരയും തേങ്ങയും സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും ചെയ്തെടുക്കേണ്ടത്, അല്ലാതെ അത് ഒന്നിച്ച് ചെയ്യരുത്. പിന്നെ ഇത് ഒന്നിച്ച് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ ഈ രീതിയിൽ കഴിക്കാം, അല്ലാതെ ഇതുപോലെ ഉരുള ടൈപ്പ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. ഇതിങ്ങനെ ഉരുള ആക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർത്താൽ മതി, കൂടി പോകരുത്. ഒരു 2 ടീസ്പൂൺ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ 1 ടീസ്പൂണോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഉരുളാക്കിയെടുക്കാം. അപ്പോൾ നിലക്കടല വെച്ചിട്ടുള്ള അരി ഉണ്ട, അതായത് മലപ്പുറത്തുകാരുടെ കടലപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നല്ല ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോഴത്തെ ടൈമിൽ പുറത്തുനിന്ന് ബേക്കറി ഒന്നും വാങ്ങിക്കാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് വേണം പ്രസ് ചെയ്യാൻ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക.